കേരള ബ്ലാസ്റ്റേഴ്സിന് നഷ്ടങ്ങളുടെ കണക്കുകൾ ഒന്നൊന്നായി കൂടുന്നതല്ലാതെ കുറയുന്നതിനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. 2025-26 സീസണിലേക്ക് പ്രതീക്ഷയോടെ കാൽവെക്കാനൊരുങ്ങുന്ന ക്ലബിന് ലൈസൻസ് നിഷേധിക്കപ്പെട്ടത് കനത്ത സാമ്പത്തിക ബാധ്യത കൂടി വരുത്തിവെക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തിക്കുക. AIFF നിശ്ചയിച്ചിരിക്കുന്ന എക്സംഷൻ ഫീ അടച്ച് വരുന്ന ISL സീസണിൽ തുടരാൻ ക്ലബിന് താൽക്കാലികമായി കഴിഞ്ഞേക്കുമെങ്കിൽ കൂടി അത് ക്ലബിന്റെ സാമ്പത്തിക സ്ഥിതിയെ ഗുരുതരമായി ബാധിക്കും. സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലൂടെ പുതിയ കളിക്കാരെ ടീമിലെത്തിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഇത്തരമൊരവസ്ഥ തിരിച്ചടിയാകും. സ്റ്റേഡിയത്തിന്റെ സുരക്ഷയും ഗ്രൗണ്ടിന്റെ അവസ്ഥയും ഒക്കെയാണ് ലൈസൻസ് നിഷേധിക്കാൻ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നതെങ്കിൽ ഗ്രൗണ്ട് ബ്ലാസ്റ്റേഴ്സ് നിയന്ത്രണത്തിലാണെങ്കിലും സുരക്ഷ ക്ലബിന്റെ കയ്യിലൊതുങ്ങുന്ന വിഷയമല്ല. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള വ്യാപാര ശൃംഖലയാണ് മുഖ്യ സുരക്ഷാ പ്രശ്നമായി AIFF സമിതി ചൂണ്ടിക്കാണിക്കുന്നത്. ചെറുതും വലുതുമായി ഒട്ടനവധി കടകളാണ് സ്റ്റേഡിയം കോംപ്ലക്സിന് ചുറ്റുമായും സമീപ പ്രദേശങ്ങളിലുമായി പ്രവർത്തിക്കുന്നത്. ഇവയുടേതാകട്ടെ ഭീമമായ വരുമാന മാർഗം നൽകുന്നതുമാണ്. കൊച്ചിയിലെ GCDAയുടെ മുഖ്യ വരുമാന സ്രോതസ്സായ വ്യാപാരികളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ലൈസൻസ് വീണ്ടെടുക്കുക എന്നത് ഈ നൂറ്റാണ്ടിൽ പ്രായോഗികമായ കാര്യമല്ല. തൽക്കാലം ഗ്രൗണ്ടിന്റെ കാര്യങ്ങളിൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ലൈസൻസ് വിഷയം ഒരു വഴി നിൽക്കെ ഏവരും പ്രതീക്ഷിച്ചതുപോലെ ചില പടിയിറക്കങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ യാഥാർത്ഥ്യമാവുകയാണ്. പ്രമുഖ കായിക മാധ്യമ റിപ്പോർട്ടർ മാർക്കസ് മെർഗുലാവോ നൽകുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് 2 താരങ്ങൾ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് കൂടാരം വിടുകയാണ്. ഖാന സ്ട്രൈക്കർ ക്വാമി പെപ്രയും മൊണ്ടിനെഗ്രൻ പ്രതിരോധ താരം മിലോസ് ഡ്രിൻസിച്ചുമാണ് ക്ലബ്ബ് വിടുന്നത്. ക്ലബ്ബ് വിടുന്ന കാര്യത്തിൽ ഉറപ്പു നൽകുന്ന മാർക്കസ് പക്ഷെ പെപ്ര ഏതെങ്കിലും ISL ക്ലബിലേക്ക് ചേക്കേറുമോ എന്ന കാര്യത്തിൽ സൂചനകളൊന്നും നൽകുന്നില്ല. എന്നാൽ മിലോസിന്റെ കാര്യത്തിലാണെങ്കിൽ താരം ഈസ്റ്റ് ഏഷ്യൻ ക്ലബിലേക്ക് കൂടുമാറുമെന്ന് കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും പടിയിറക്കങ്ങൾ ഉറപ്പാകുന്ന അവസ്ഥയിലും പുതിയ താരങ്ങളുടെ വരവിനെക്കുറിച്ച് സൂചനകളൊന്നും ലഭിക്കാത്തത് ക്ലബിന്റെ ആരാധകരെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. മറ്റ് ISL ക്ലബ്ബുകൾ ഇക്കാര്യങ്ങളിൽ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുമ്പോഴും ക്ലബിന്റെ മൗനമാണ് ഫുട്ബോൾ പ്രേമികളെ നിരാശപ്പെടുത്തുന്നത്. അടിക്കടി ഉണ്ടാകുന്ന നിരാശാജനകമായ വാർത്തകൾ കൊണ്ട് തന്നെ ക്ലബിനെ വിശ്വാസത്തിലെടുക്കാൻ മടിക്കുന്നതിനാൽ വരുന്ന 2 മാസത്തെ ട്രാൻസ്ഫർ കാലത്ത് അത്ഭുതങ്ങളൊന്നും സംഭവിക്കുമെന്ന് കരുതുന്നവരുടെ എണ്ണത്തിലും വളരെ കുറവ് വന്നിരിക്കുന്നു.